ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അങ്ങനെ ദേവിയാണെങ്കിൽ ആകെ അസൂയ മൂത്തിരിക്കട്ടോ. ബാലച്ചൻ വരട്ടെ. ബാലച്ചൻ വരുമ്പോഴേക്കും ഇപ്പൊ മീനാക്ഷിക്കും ആകാശം നല്ല വഴക്ക് കിട്ടും. അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് ദേവി. അങ്ങനെ ബാലൻ വരുന്നുണ്ട്. ബാലൻ വീട്ടിനകത്ത് കേറുമ്പോ തന്നെ മീനാക്ഷിയും ആകാശവും കൂടി വന്നിട്ട് പറയണ്ട്, അച്ഛാ, മുറ്റത്ത് കിടക്കുന്ന കാറുണ്ടല്ലോ, അത് എനിക്ക് അച്ഛൻ സമ്മാനമായി തന്നതാണ്. വേണ്ടെന്ന് പറയാൻ പറ്റിയില്ല അച്ഛാ, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അല്ലാതെ അച്ഛനൊന്നും വിചാരിക്കരുതെന്നൊക്കെ മീനാക്ഷി പറഞ്ഞ മുമ്പേ ബാലൻ പറയണ്ട്, മോളെ, ആ കാറ് നല്ല കാറാണ്. ആ കാർ ഇപ്പൊ കൊണ്ടുവന്ന വെച്ചാൽ എന്താ വലിയ പ്രശ്നം? മോളുടെ അച്ഛൻ മോൾക്ക് സ്നേഹത്തോട് തന്നതല്ലേ, അതുകൊണ്ട് എനിക്കൊരു വിരോധവും ഇല്ല എന്നൊക്കെ ബാലൻ പറയാണ്. ഇത് കേൾക്കണതും ദേവി ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കാണ്. ഈശ്വരാ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുമ്പോ ബാലൻ പറയുന്നു, ബാലനോട് ആകാശം ചോദിക്കണ്ട, അപ്പൊ അച്ഛന് ദേഷ്യമൊന്നും ഇല്ലേ? ദേഷ്യം? എന്തിനു ദേഷ്യം? നിങ്ങളെ വീട്ടിൽ പോയി നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതിന് ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് ബാലൻ ചോദിക്കാണ്. അപ്പൊ അച്ഛന് കാർ ഇഷ്ടമായോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ, ഇഷ്ടമായി, നല്ല കാറാ എന്ന് ബാലനും പറയാട്ടോ. ശേഷം ബാലൻ അകത്ത് കയറി പോകുന്നുണ്ട്. അപ്പൊ ആനന്ദ് പറയണ്ട് ആകാശോട്, ഹാവൂ, നമ്മള് എലി പോലെ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയണത് കേട്ടിട്ടുള്ളേ ഉള്ളൂ, ദേ ഇപ്പൊ കണ്ടു എന്ന് പറയാണ്. മീനാക്ഷി പറഞ്ഞ, ഹാവൂ, സമാധാനേ, ഞാൻ വിചാരിച്ചു ബാലൻ അങ്കിള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെയാ വിചാരിച്ചത് പറയുമ്പോ ആകാശം പറഞ്ഞ, അതെ, എന്തായാലും അച്ഛൻ ഭയങ്കര കോലാഹലം ഉണ്ടാകുന്നൊക്കെയാ ഞാനും വിചാരിച്ചതെന്ന് പറയുമ്പോ ദേവി ഇങ്ങനെ മനസ്സിലായി, എന്നാലും ബാലച്ചന് ഇത് എന്ത് പറ്റി എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ, ഒന്നും പറ്റില്ല, അച്ഛന്റെ കാര്യം മനസ്സിലായി, അത് തന്നെ എന്ന് പറയാണ്. ഷോ, ഇത് ഭയങ്കര കഷ്ടമായി പോലോ എന്ന് ദേവി ഇങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം എല്ലാവരും റൂമിലേക്കൊക്കെ പോകുന്നുണ്ട്. ബാല റൂമിൽ എത്തുമ്പോഴേക്കും ഗോമതി അടുത്ത് പറഞ്ഞിട്ട്, ഗോമതി, ഞാനൊരു കാര്യം മര്യാദയൊക്കെ പറഞ്ഞേക്കാം, നാളെ രാവിലെ നേരെ വെളുക്കുമ്പോ ആ വണ്ടി നമ്മുടെ മുറ്റത്തുണ്ടാവാൻ പാടില്ല. എന്താ ബാലേട്ട പറഞ്ഞത്? ഞാൻ അതെങ്ങനെ പിള്ളേരോട് പറയും? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ഒന്നും പറയാത്തതിന് കാരണം മീനാക്ഷിക്ക് നാണക്കേടാവും. മീനാക്ഷി അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ് അല്ലേ, അവള് വിഷമിക്കോ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ച് ഒന്നും പറയാതെ എല്ലാം സന്തോഷത്തോടെ കേട്ടിരുന്നത്. പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. നീ എങ്ങനെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ വണ്ടി നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നെടുത്ത് മാറ്റണം. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ആ വണ്ടി മുറ്റത്ത് കാണാൻ പാടില്ല. ബാലേട്ട അത് എന്ന് പറയുമ്പോഴേക്കും ദേവി, ഗോമതി, തനിക്ക് അറിയാലോ എന്റെ സ്വഭാവം, അതുകൊണ്ട് ഞാൻ പണത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അവൻ അവിടെ പോണത് എനിക്ക് വലിയ ഇഷ്ടമല്ല, അപ്പോഴാണ് അവിടുത്തെ സമ്മാനങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ല ഗോമതി അപ്പോഴേ, മീനാക്ഷിയുടെ അച്ഛൻ ആളത്ര ശരിയല്ല. നമ്മുടെ ആകാശിനെ മീനാക്ഷിനെ എന്നേക്കുമായിട്ട് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ അയാളുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ അവർക്ക് സമ്മാനിക്കണത്. ബാലട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അവർ രണ്ടുപേരും അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോണത് എനിക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അവളുടെ വീടല്ലേ, പോവാതിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതെ, അവര് പോയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും പോകുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. അത് മാത്രല്ല ഗോമതി, അവന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. താനത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മീനാക്ഷി അങ്ങനെയല്ല. മീനാക്ഷി അങ്ങനെയല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ആകാശിന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. കാരണം ആകാശം ഇല്ലാത്തടത്തുനിന്ന് പെട്ടെന്ന് ഉള്ളൊരു സ്ഥലം കാണുമ്പോഴേക്കും അവന്റെ സ്വഭാവം ചിലപ്പോൾ മാറും. മീനാക്ഷി അങ്ങനല്ല. അവൾക്ക് ഒന്നത്തെ കാര്യം ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ അവള് വലിയ വലിയ സൗകര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് ഈ വീട്ടിലേക്കുള്ള സൗകര്യങ്ങളിലേക്ക് വന്നത്. അപ്പൊ അവൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മുടെ മോന്റെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം. അവൻ ഇപ്പൊ തന്നെ കാറ് വന്നപ്പോ തന്നെ കണ്ടില്ല അവന്റെ മുഖത്തെ സന്തോഷം. ഇപ്പൊ കാറായ നാളെ സ്വർണവും പിന്നെ വീടാവും സൂപ്പർ മാർക്കറ്റ് ആവും, പല കാര്യങ്ങളും ചിലപ്പോ മീനാക്ഷിയുടെ അച്ഛൻ അവന് വേണ്ടി കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് മുളയിൽ നിന്നുള്ളതാണ് ഗോമതി നല്ലത്. നീ തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ രാവിലെക്കുള്ളിൽ ഈ കാർ ഇവിടെ നിന്ന് മുറ്റത്തുനിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞ ബാലം പോവാ. ഗോമതി, ഈശ്വരൻ, ഇത് എങ്ങനെ പറയും അവളോട് എന്നൊക്കെ ആകെ ടെൻഷൻ ആയിട്ടിരിക്കട്ടോ ഗോമതി. അതേസമയം ആര്യനും മിത്ര റൂമിലിരിക്കുന്ന സമയത്ത് മിത്ര അടുത്ത് ആര്യം പറയണ്ടോ, താൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി തനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നോക്ക്, തന്റെ വിഷമം മാറ്റാൻ വേണ്ടി നാളെ മിഥുൻ മരിച്ചു കിടന്ന നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാം. നമുക്ക് അവിടെ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിട്ട് കൂടെ വരാലോ. പിന്നെ അവനിപ്പോ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നമുക്ക് ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഇപ്പൊ ഇത്രയും നേരിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇനിയും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോണില്ല എന്ന് പറയുമ്പോ മിത്ര പറയണ്ട, ആര്യ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന് ചോദിക്കാണ്. എന്താ അത് ചോദിക്കുമ്പോ, എന്നത് കെട്ടിപ്പിടിക്കേണ്ട ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോ നമ്മുടെ ആര്യനാണെങ്കിൽ മിത്രനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മിത്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശേഷം രണ്ട് കൈ വെച്ച് കെട്ടിപ്പിടിക്കാട്ടോ. അവർ കുറച്ചുനേരം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആര്യം മിത്രടുത്ത് പറയുന്നുണ്ട്, അത് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോ ആ വണ്ടി പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചു നേരത്തേക്ക് ഈ മിഥുന്റെ കാര്യമൊക്കെ മറന്ന്, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. മിഥുന്റെ കാര്യം നമ്മൾ എന്ന് നേക്കോട്ട് മറക്കണമെന്ന് പറയാണ്. അത് മാത്രല്ല, ആകാശേട്ടന്റെ സ്വഭാവമൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നുന്നു മിത്രേ. അതെന്താ ആര്യ അങ്ങനെയൊക്കെ പറഞ്ഞതല്ല, ആ കാറ് അവരിവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അല്ല, അതെന്താ അവരുടെ അച്ഛൻ കൊടുത്ത സമ്മാനമല്ലേ, അതിപ്പോ ഇവിടെ കൊണ്ട് എന്താ പ്രശ്നം? അതല്ല, അത് ശരിയായില്ലെന്നാ എനിക്കും തോന്നുന്നത്. അച്ഛൻ പറഞ്ഞതിന്റെ കാര്യം അതിവിടെ കൊണ്ടുവന്നത് ശരിയല്ല. അച്ഛൻ അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല.
മിത്ര പറയുന്നു കേട്ടോ. അതിന് അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ, സന്തോഷ പോലല്ലേ അങ്കിള് നിന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അച്ഛൻ അവിടെ വെച്ചൊന്നും പറയാത്തതിനെ കാരണം മീനാക്ഷി അടുത്തേക്ക് എന്തൊരു വിഷമം വെച്ചിട്ടായിരിക്കും. പക്ഷെ റൂമിൽ പോയിട്ട് അച്ഛൻ അമ്മയുടെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. അത് ആരിനെ എങ്ങനെ അറിയാം? അച്ഛൻ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നല്ലേ. പിന്നെ അത് മാത്രല്ല മിത്രേ, എനിക്കെന്തോ ഇതത്ര ശരിയായിട്ട് എനിക്കും തോന്നുന്നില്ല എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ നമ്മളായിട്ടൊന്നും പറയണ്ട, എന്തായാലും അച്ഛൻ എന്തിനു തീരുമാനം എടുക്കുമായിരിക്കും എന്ന് മിത്രയും പറയണം. പിന്നീട് കാണിക്കണ ദേവിനെയാണ്. ദേവി രാവിലെ തന്നെ ഫുഡൊക്കെ ആയിട്ട് പോവാട്ടോ ആനന്ദിനെ കടയിലേക്ക്. എന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ആനന്ദിനോട് പറയുന്നുണ്ട്, ഹോ ഈ വെയിലത്ത് എത്ര നാളാണ് ഇങ്ങനെ ഫുഡ് കൊണ്ട് തരാ. അയ്യോ വെയിലത്ത് നടക്കേണ്ട ദേവി, നിനക്കൊരു ഓട്ടോ വിളിച്ചോ ഇവിടെ. ഹോ ഓട്ടോക്കൊക്കെ എത്രയാ പൈസ, പിന്നെ തിരിച്ചു പോണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണോന്നേ. എന്തായാലും അതൊന്നും വയ്യ. പിന്നെ ദേവി എന്തേ പറഞ്ഞു വരുന്നത്? അല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ദേവി എന്തേ പറയണത്? നോക്ക് ആനന്ദേട്ടാ, എന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നല്ല സൂപ്പർ ഇപ്പോഴത്തെ മോഡൽ നല്ല സൂപ്പർ വില കൂടിയ കാർ നമ്മുടെ ദേവമംഗലത്തിന് മുറ്റത്ത് കിടക്കും. മീനാക്ഷിയുടെ കാറിന്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ കാറും കിടക്കും. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞ കാരണം എന്താണെന്നറിയാവോ? വേണ്ട, അത് നമ്മുടെ ബാലച്ചന്റെ നാണക്കേടാണ്, നമ്മുടെ കുടുംബത്തിന് ഒരു നാണക്കേടാണ് സ്ത്രീധനം മേടിച്ചെന്നൊക്കെ പറയുക. അതാണ് എന്റെ അച്ഛനോട് പറയാത്തത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ ആനന്ദേട്ടൻ തന്നെ ഒരു കാറ് മേടിക്കണം. ആനന്ദേട്ടാ നമുക്കൊരു കാറ് മേടിച്ചാലോ? ദേവി അത് പെട്ടെന്നൊക്കെ പറ്റില്ല, അതിന് പൈസയൊക്കെ മാസം മാസം കൊടുക്കണ്ടേ? കൊടുക്കണം, അതല്ലേ EMA, അതിനൊക്കെ പൈസ വേണ്ടി ദേവി. ഇവിടെ നിന്ന് ബാലച്ചൻ പൈസ തരുന്നില്ലേ, അതിന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോരെ? ദേവി പറഞ്ഞത് കാര്യം, ഒരു കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല തന്നെയാ. ഒരു ചെറിയ കാറ് മതി, നമുക്ക് രണ്ടുപേർക്ക് കൂടി ഇരിക്കാൻ പറ്റുന്ന ചെറിയ കാറ്. ഞാനൊന്ന് ആലോചിക്കട്ടെ ദേവി. ശരി, ദേവി പറഞ്ഞതല്ലേ, ഒരു 3-4 മാസത്തിനുള്ളിൽ സെറ്റ് ആക്കാം എന്നൊക്കെ പറയണ. ദേവിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. അങ്ങനെ ദേവി കാര്യം നടത്തി ആനന്ദിനോട് പറഞ്ഞിട്ട് അങ്ങനെ ആനന്ദും കൂടി കാറ് മേടിക്കാൻ വേണ്ടി തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആനന്ദ് ആകാശിനെ പോലെ പെട്ടെന്ന് അങ്ങനെ അച്ഛനെ എതിർക്കണ ഒരാളൊന്നുമല്ല. കാറ് മേടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇവര് കാറ് മേടിക്കാൻ വേണ്ടി ആനന്ദ് തീരുമാനിക്കുക എന്നുള്ള കാര്യം ആനന്ദ് നമ്മുടെ ബാലനോട് പറയുന്നുണ്ട്. അപ്പൊ ബാലൻ പറയും, ഇനിയിപ്പോ സെപ്പറേറ്റ് കാറ് മേടിച്ച് എല്ലാവരുടെ കാറും കൂടി നിരത്തിയിടണ്ട, നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് കൂടി മേടിക്കാം. അത് വലിയ കാറ്. ഇപ്പൊ മീനാക്ഷി അച്ഛൻ കൊടുത്തത് ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കാറാണല്ലോ, 4-5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കാറാണ് മാക്സിമം. ഇനി മേടിക്കുകയാണെങ്കിൽ ഒരു 7 സീറ്റർ വണ്ടിയോ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ വണ്ടിയോ എന്തെങ്കിലും മേടിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാലോ. ഇപ്പൊ ഫാമിലി വലുതായി വരുമല്ലേ എന്നൊക്കെ പറയണം. അത് മതി അച്ഛ എന്ന് ആനന്ദും പറയും. പക്ഷെ ദേവി അതിനെ സമ്മതിക്കില്ല കേട്ടോ. ദേവി പറയും, ബാലച്ചൻ മേടിക്കുമെങ്കിൽ 7 സീറ്ററോ 10 സീറ്ററോ എന്താ മേടിച്ചോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി നമുക്ക് മേടിക്കണം ചേട്ടാ, നമുക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം എന്നൊക്കെ പറയാണ്. എന്തായാലും ആനന്ദ് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കേട്ടോ. ദേവി മോള് പറഞ്ഞല്ലേ, ആനന്ദ് കേൾക്കാതിരിക്കില്ല കേട്ടോ. പക്ഷെ ആനന്ദ് കാറ് മേടിക്കുന്നൊക്കെ വിചാരിക്കും, EMA കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിന് മുമ്പാണ് ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയണത്. ദേവി ഒരു ലോക കള്ളിയാണെന്നും ദേവിയുടെ ഫാമിലി ഒരു ഫ്രോഡ് ആണെന്നും ദേവി ഒന്നും പഠിച്ചിട്ടില്ലെന്നും ഒരു MA പഠിച്ചിട്ടില്ലെന്നും അത് മാത്രമല്ല ദേവിയുടെ സ്വർണ്ണമൊക്കെ മുക്കുപണ്ടാണെന്നോ അതൊക്കെ പിന്നെ ആനന്ദ് ക്ഷമിക്കും. പക്ഷെ വായെടുത്ത കള്ളം മാത്രം പറയുന്നുള്ള കാര്യം മാത്രം ആനന്ദ് ക്ഷമിക്കാത്ത കേട്ടോ. ഈ ആനന്ദിന് ഒരു സ്വഭാവം മാത്രം ഇഷ്ടമല്ല, ബാക്കി എല്ലാം ആനന്ദ് ക്ഷമിക്കും. അത്രക്ക് പാവാണ് ആനന്ദ്. കള്ളം പണത് മാത്രം ആനന്ദിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ദേവിനെ പൂർണ്ണമായിട്ട് ആനന്ദ് ഒഴിവാക്കുന്നത്. അത് മാത്രമല്ല, ദേവിനെ ഡിവോഴ്സ് ചെയ്ത് കളയാം എന്നൊരു തീരുമാനം കൂടി ആനന്ദ് എടുക്കുന്നുണ്ട്. എന്തായാലും ദേവിയുടെ കാറ് മോഹം സ്വാഹ ആവാനാണ് ചാൻസ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. Bye bye.